ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തി. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. ജോർജേട്ടാ, ഒരു മിനിറ്റ്. ഹലോ. ജോർജാ. ഇല്ല, ഞാൻ വീട്ടിലില്ല. വേണ്ട, ഞാൻ അങ്ങ് വന്നോളാം. ഞാൻ രാവിലെ പള്ളിയിൽ വന്നതാണേ. നിങ്ങൾ രാവിലെ 10 മണിക്ക് ഓഫീസിൽ വന്നാൽ മതി. ശരി എന്നാ. സാമുവലെ ഇവിടെ ഇവിടെ പോയോ? ഇല്ല. എന്താ സാമുവലെ? നിങ്ങളുടെ അമ്മ ഇന്ന് പള്ളി വന്നില്ലേ? ഉണ്ടായിരുന്നല്ലോ. അല്ല, പള്ളി കഴിഞ്ഞപ്പോ കണ്ടില്ല. ചിലപ്പോ നേരത്തെ പോയി കാണും. എന്താ സാമുവലെ? പള്ളി വരുന്നതും കുർബാന കാണുന്നതും കുർബാന സ്വീകരിക്കുന്നതും എല്ലാം ഓരോരുത്തരുടെ സ്വകാര്യ കാര്യങ്ങളാണ്. അതിനകത്ത് കയറി അഭിപ്രായം പറയണത് ഒരു വക വൃത്തികെട്ട പരിപാടിയാണ്. എനിക്കാണെങ്കിൽ അങ്ങനെ പറയുന്നവരെ കാണുന്നത് ചെകുത്താൻ കുരിശു കാണുന്ന പോലെയാണ്. എന്താണ് നോക്കണത്? ചേട്ടന് ഞാൻ പറഞ്ഞ പോലെ മനസ്സിലാകണ്ട. ഇല്ല, അതാ ഞാൻ ആലോചിക്കുന്നത്. എന്റെ ചേട്ടാ, ഞാൻ നിങ്ങളുടെ അമ്മയുടെ കാര്യം പറഞ്ഞോണ്ട് പറഞ്ഞത് ഒടുക്കത്തെ ഉപദേശമാണല്ല. വന്നു എനിക്കിപ്പോ പള്ളിയിൽ വരണത് തന്നെ പേടിയാണ്. ഇതിപ്പോ കുറച്ചു മുമ്പ് വർക്കിയും ഭാര്യ എന്നോട് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ എന്തിനാണ് പള്ളി വന്നത്? അല്ല, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ പോരെ. പള്ളിയിൽ വരുന്നത് കുർബാനയിൽ പങ്കെടുത്ത് നമ്മളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പാപങ്ങളും ദൈവത്തിന് മുമ്പിൽ പറയാനും അല്പം ആശ്വാസം കിട്ടാനും അല്ലേ? പള്ളി കഴിഞ്ഞ് അത് കിട്ടി പുറത്തു വരുമ്പോ ഈ മറിയെ ചേർത്തി എവിടെ നിന്നാണെന്ന് അറിയാൻ പാടില്ല പടക്കോന്നും പറഞ്ഞ് മുമ്പിൽ വരും. പിന്നെ കലവില എന്നും പറഞ്ഞ് മനുഷ്യന്റെ സമാധാനം കളയും. എന്ത് ചെയ്യാൻ പറ്റും സാമുവലെ? അമ്മയുടെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. പോരാത്തതിന് പ്രായം ഒത്തിരി ആയില്ലേ? ഇത് പ്രായത്തിനെ പറ്റിയ വർത്താനമല്ല ചേർത്തിയിടത്. കുർബാന നടക്കുമ്പോ ഞാൻ ചുറ്റിനും ആരെയും നോക്കാൻ പാടില്ല, അൾത്താരയിലെ അച്ഛനെ തന്നെ നോക്കി നിൽക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാനെന്താണ് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന നഴ്സറി കുട്ടിയാണോ? നഴ്സറി കുട്ടി 1ാം ക്ലാസ്സിന് താഴെയല്ലേ? അത് പറഞ്ഞപ്പോ തെറ്റിപ്പോയതല്ലേ? അതാണ് ഇവിടുത്തെ കാര്യം. അല്ല, ഞാൻ വിചാരിച്ചു അറിവില്ലാതെ പറഞ്ഞു പോയതാണെന്ന്. അപ്പൊ നിങ്ങൾ കുടുംബത്തോട് ഉപദേശികളാണ്. 30 പല്ലിടക്കല്ലേ ഒരു നാക്ക്. ചിലപ്പോ പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. പറയണത് കൊണ്ടൊന്നും വിചാരിക്കരുത്. എന്താണ്? ഒരാൾക്ക് ശരിക്കേ പല്ല് 30 അല്ല 32. എന്റെ പൊന്നോ, എന്റെ വായിലെ പല്ലിന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. 32-ൽ 2 സൈഡിൽ നിന്ന് 2 അണപ്പിൽ വീതം എടുത്ത് കളഞ്ഞതാണ്. പല്ലും പല്ലുവനൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നതിൽ നിങ്ങളുടെ അമ്മയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. എനിക്ക് എൻ്റെ ജീവിത രീതിയിൽ പോകാൻ പറ്റുള്ളൂ, അല്ലാതെ നിങ്ങളുടെ അമ്മ ഉപദേശിക്കുന്ന രീതിയിൽ എനിക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് എന്നെ വെറുതെ വിടാൻ വേണ്ടി പറയണം. ഈ പറഞ്ഞതിലൂടെ തെറ്റുകൊണ്ടെന്ന് പറയാൻ നിൽക്കുന്നത്. ഏതായാലും ഞാനിത് അമ്മയോട് പറയാം. ഏതായാലും അല്ല, ഉറപ്പായിട്ടും പറയണം. ഇണങ്ങിയും പിണങ്ങിയൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി. ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എന്താ? അമ്മയൊന്നും ചെയ്യരുത് കേട്ടോ. എന്തു ചെയ്യാൻ? അല്ല, നീ എന്തോ ഉറപ്പിച്ചെന്ന് പറഞ്ഞല്ലോ. അതിലൊരു മാറ്റമില്ല. മേലാണ് ഞാൻ പള്ളിയിൽ വരില്ല. ക്ഷിപ്രകോപി ബുദ്ധിഹീനമായി പ്രവർത്തിക്കുന്നു, ബുദ്ധിമാൻ ക്ഷമാശീലനാണ്. സുഭാഷിതങ്ങൾ 14-ാം അധ്യായം 17-ാം വാക്യം. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഞാൻ മോനോടൊരു തിരി കത്തിക്കുന്നില്ലേ?
അപ്പൊ പിന്നെ പ്രാർത്ഥിക്കുന്നില്ലേ? ആ. ഏ? ചേടാ, ഇവൻ ഇതെവിടെ പോയി? അങ്ങനെ അങ്ങ് പോകല്ലേ എന്റെ മോനെ. എന്നെ പേടിച്ച് എവിടെ പോയി ഒളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. ഇങ്ങനെ ഒളിച്ചു പോകുന്നതേ തെറ്റ് ചെയ്യുന്നവരാ. അല്ല, തെറ്റ് ചെയ്യുന്നവര് പറയാൻ ഞാനെന്ത് തെറ്റാ ചെയ്താ? എങ്കിൽ പിന്നെ എന്നെ കാണുമ്പോ മോൻ എന്തിനാ ഈ ഒളിച്ചോടുന്നേ? ദേ, ഇപ്പൊ തന്നെ ആ മാതാവിന്റെ മുമ്പിൽ തിരി കത്തിച്ചോണ്ട് നിന്ന ആളാ. പറഞ്ഞ നേരം കൊണ്ടേ എതിലെ പോയെന്ന് കണ്ടില്ലല്ലോ. ചേർത്തി, ഞാൻ മുങ്ങിയത് നിങ്ങളെ പേടിച്ചൊന്നുമല്ല, നിങ്ങളുടെ ഉപദേശം പേടിച്ചിട്ടാണ്. ഞാനത് തോന്നി ഇവിടെ നടക്കും. നിങ്ങൾ എന്തിനും ഇടക്കിടക്കൊന്ന് ശല്യപ്പെടുത്തുന്നത്? നിങ്ങൾക്ക് വീട്ടിൽ വേറെ പണിയൊന്നും ഇല്ലേ? മോനെ, പ്രായത്തിന് മൂത്തവരോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. തെറ്റുകൾ കണ്ട മുതിർന്നവര് ഇളയവരെ ഉപദേശിക്കും. നല്ല മക്കളതനുസരിക്കും. അത് മക്കള്. ഞാൻ നിങ്ങളുടെ മകനൊന്നുമല്ലോ ഇങ്ങനെ ഉപദേശിച്ച് അടങ്ങാറാക്കാനായിട്ട്. മോന്റെ അമ്മയോടാണെങ്കിൽ മോൻ ഇങ്ങനെയൊക്കെ പറയുവോ? ചേടാ, ഇത് വലിയ ശല്യമല്ല. എന്റെ അമ്മയുടെ പ്രായം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്റെ വായത്തൊന്നും വലിയ വിളിച്ച് പറഞ്ഞാണ് ഞാൻ. അമ്മയുടെ പ്രായം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങള് അമ്മയാണെന്ന് കരുതി അതങ്ങനുസരിച്ചാ പിന്നെ പ്രശ്നം തീർന്നില്ലേ? എന്തു പ്രശ്നം? എന്ത് തീരാനായിട്ട്? അല്ല, ഞാൻ അറിയാൻ പാടാണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് തലക്ക് വല്ല സുഖമില്ലെങ്കിലേ വല്ല പ്രാന്താശുപത്രിയിൽ പോയി കിടക്കുക. മേലി എന്നെ ശല്യപ്പെടാൻ നിൽക്കരുത്. എത്ര പറഞ്ഞാലും നാണമില്ലാണ്ട് ഇങ്ങനെ പുറകെ നടക്കുന്നു വെച്ചാ ഇനി എന്നെ ഉപദേശിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ തല്ലി കൊല്ലും ഞാൻ. നാശം മാറങ്ങട്. പ്രായം ചെന്ന് നരച്ചവരുടെ മുന്നിൽ ആദരപൂർവം എഴുന്നേൽക്കുകയും അവരെ ബഹുമാനിക്കുകയും വേണം. നിന്റെ ദൈവത്തെ ഭയപ്പെടുക. ലേവ്യർ 19-ാം അധ്യായം 32-ാം വാക്യം. സിസിലി, എടി സിസിലി. എന്താ എന്താ ഛേ, ഞാൻ ആകെ നാണം കെട്ടുപോയി. എന്താ നിന്റെ അമ്മ ഇങ്ങോട്ട് വിളിച്ചേ. നിങ്ങൾ രണ്ടാളും ഒന്നിച്ചല്ലേ ഇവിടുന്ന് പള്ളിയിലേക്ക് പോയത്? പിന്നെ ഇവിടെ വന്ന് അമ്മയെ വിളിക്കാൻ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? അപ്പൊ അമ്മ ഇങ്ങ് എത്തിയില്ലേ? ഇല്ല. ആ, ആരെങ്കിലും ഉപദേശിക്കാൻ പോയിണ്ടാവും. ഇവര് മനുഷ്യരെ നാറ്റിക്കുള്ളൂ. ഒന്നുമില്ലെങ്കിൽ കാര്യം പറയാം, അല്ലെങ്കിൽ അകത്തേക്ക് വാ, ഞാൻ ചായ എടുത്തു തരാം. എടി, നിന്റെ അമ്മായിയുടെ എന്താ അവന്റെ പേര്? അമ്മായിയുടെ മോന്റെ പേരോ? സന്ധ്യാവ്. അതല്ലെന്ന്. പിന്നെ ആരുടെ പേരാ? സാമുവലിന്റെ. സാമുവല്? എന്തു വട്ടൊക്കെ ഈ പറയുന്നേ? സാമുവലിന്റെ പേര് സാമുവൽ എന്നല്ല, പിന്നെ എന്താ മാനുവൽ എന്നാണോ? ഈ സാമുവലിനെ കാണുമ്പോ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിക്കണമെന്ന് ഈ അമ്മയ്ക്ക്. എന്തിനു ഈ അമ്മ നാണം കെട്ട് ഉപദേശിക്കാൻ നടക്കണത്? ഇതാണോ എന്റെ ഏട്ടാ ഇത്ര വലിയ കാര്യം? അമ്മ എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പിന്നെ നല്ല കാര്യങ്ങള് അവൻ നിന്ന് കലിതുള്ളുകയായിരുന്നു. നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിലേ അമ്മയുടെ ഉപദേശം കാരണം അവൻ പള്ളി പോലും വരില്ലെന്ന് പറയുമായിരുന്നോ? അമ്മയുടെ കാര്യം ചേട്ടൻ അറിയാൻ പാടില്ലേ? എന്ത് കാര്യത്തിനും ഇത്തിരി ആത്മാർത്ഥത കൂടും എന്ന് കരുതി വേണ്ടതിനും വേണ്ടാത്തതിനും കയറി ഇടപെടരുത്. ഇത് പിന്നെ അമ്മായിമ്മയായി പോയി. സ്വന്തം അമ്മയായിരുന്നെങ്കിലേ ഞാൻ കാര്യമായിട്ട് പറഞ്ഞു ഉപദേശിച്ചേനെ. അതിനർത്ഥം നിങ്ങൾ എന്റെ അമ്മയെ സ്വന്തം അമ്മയെ പോലെ കാണുന്നില്ലെന്നല്ലേ? ഒന്നങ്ങ് തന്നണ്ടല്ലോ. എന്തെങ്കിലും കിട്ടി അതിനെ പിടിച്ചങ്ങ് കയറിക്കോണം. നിന്റെ വാക്കുകളിൽ പൊരുത്തക്കേടുണ്ടാകരുത്. കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവധാനവും കാട്ടുക. പ്രഭാഷകൻ 5-ാം അധ്യായം 10-11 വാക്യങ്ങൾ. നിങ്ങളൊന്നും മിണ്ടാതിരി.
ദേ അമ്മ വരുന്നുണ്ട്. നിങ്ങളൊന്നും പറയണ്ട, എല്ലാം ഞാൻ പറഞ്ഞു. അമ്മയ്ക്ക് കുർബാന കഴിയുമ്പോ തന്നെ ഇങ്ങ് പോന്നാ പോരെ? എന്തിനാ അവിടെ ഇവിടെ കറങ്ങി നടക്കുന്നത്? ഞാൻ പള്ളിയിൽ കുറച്ചു നേരം ഇരിക്കുകയായിരുന്നു മോളെ. അതെന്താ ഇവിടെ സ്ഥലമില്ലേ? അമ്മ എന്ത് കാര്യത്തിനാ ആ സാമുവലിനെ അത് ഇതും പറഞ്ഞ് ശല്യപ്പെടുത്തുന്നത്? പള്ളിയിൽ വരുന്നവരെ അവരുടെ ഇഷ്ടം പോലെ നിൽക്കുകയോ കിടക്കുകയോ ചെയ്യട്ടെ. ഒരനുസരണം പഠിപ്പിക്കില്ല. എന്തിനാണ് അമ്മ ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് അതും ഇതുമൊക്കെ പറയിപ്പിക്കുന്നത്? ഓ, നല്ല ചുമയുണ്ടല്ലോ അമ്മേ. അമ്മ അകത്തേക്ക് വാ, ഞാൻ ചായ എടുത്തുതരാം. ദേ, ചായയും കടിയും കഞ്ഞിയും ചോറും കൊടുക്കുന്നതൊക്കെ കൊള്ളാം. സാമുവലിനെ മേലിൽ ശല്യപ്പെടുത്തിയ ഓ മതി, ഒന്ന് നിർത്ത്. ഞാൻ ഇനി അവനെ കാണുന്നുമില്ല, സംസാരിക്കുന്നുമില്ല. പോരെ അമ്മ വാ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക. അത് ഞാൻ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഞാൻ അമ്മയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്കട്ടെ. ഒന്നിങ്ങി വന്നേട്ടാ. അച്ഛൻ എന്താണ് ആലോചിക്കണത്? ഞാൻ പറഞ്ഞ കാര്യത്തിനെ പറ്റി തന്നെയാണ് ആലോചിക്കണത്. നീ എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഞങ്ങളുടെ ജോലി സ്ഥലത്ത് ഒരാളുണ്ടേ. നമ്മൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാൾ വേറൊരു കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കും. അവസാനം ചോദിക്കുന്നത് എന്താ, നമ്മൾ പറഞ്ഞ എന്താണെന്ന്. നീ നിന്റെ പണിസ്ഥലത്തുള്ള ഓർമ്മയില്ലാത്ത പണിക്കാരനെ പോലെയാണ് എന്നെ കാണുന്നത്. അയ്യോ, അങ്ങനെയല്ല അച്ഛാ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല. പിന്നെ ചിന്തിക്കാതെയാണോ ഓരോന്ന് വിളിച്ചു പറയുന്നത്? എടാ, മനുഷ്യനായാലേ ആരോട് എന്താ പറയുന്നതെന്ന് ഒരു വെളിവും വെള്ളിയാഴ്ചയൊക്കെ വേണം. സോറി അച്ഛാ. നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. അതിനെപ്പറ്റി തന്നെയാ ഞാനും ആലോചിക്കുന്നത്. ആ ചേടത്തി നിന്നെ ഉപദേശിക്കാന്ന് പറഞ്ഞ അതൊരു നല്ല കാര്യമല്ലേ? അപ്പോ ഇനിമേലിൽ ചേടത്തി സാമുവലിനെ ഉപദേശിക്കരുത് എന്ന് പറയുന്നത് തെറ്റല്ലേ? അത് തെറ്റാണ് ആരാ നീ പറഞ്ഞത്? അത് വളരെ ശരിയാണ്. പക്ഷേ കാണുമ്പോ ഉപദേശിച്ച് കൊല്ലരുതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പള്ളിയിലെ ആൾക്കാരേക്ക് നോക്കി നിൽക്കണ ഈ ചേർത്തി പുറകിൽ നിൽക്കണ എന്നെ എങ്ങനെ കാണുന്നതാണ് ഞാൻ വിചാരിക്കണത്. ഹോ, എന്റെ സ്വന്തം അമ്മ ജീവിച്ചിരുന്നപ്പോ പോലും എന്നെ ഇത്രക്ക് ഉപദേശിച്ചിട്ടില്ല. ഇതത്രക്ക് ശല്യമാണച്ചോ. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ലൂക്ക 6:37 ഞാൻ ഏതായാലും ചേട്ടത്തിയെ കാണുമ്പോ പറയാം. നീ അതോർത്ത് പേടിക്കണ്ട, പള്ളിയിലും വരാതിരിക്കണ്ട. എങ്കിൽ ഞാൻ പോട്ടേച്ചു. ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങിയതല്ലേ. കാസർഗോഡാണേ പണി. അപ്പൊ പോണ വഴി അച്ഛനൊന്നും ഒന്ന് കാണാന്ന് വിചാരിച്ചു. പിന്നെ ചേർത്തിയുടെ കാര്യം കൂടി പറയാലോ. എന്റെ അമ്മോ, അച്ഛോ അച്ഛോ, അതിന് നിനക്കെന്താ? ഞാൻ ഇവിടെ നിൽക്കണില്ല, ഞാൻ പോണു. എടാ പോലെ, ഞാൻ പോയിട്ട് വരാം, പിന്നെ വരാം. എന്റെ പൊന്നോ, ഇവന്റെ ഒരു കാര്യം. അച്ഛോ. ചേട്ടത്തി, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്തൊക്കെയുണ്ട്, സുഖമായിരിക്കുന്നോ? അച്ഛോ, ഇപ്പൊ ഇവിടുന്ന് പോയത് നമ്മുടെ ആ സാമൂല് വച്ചനല്ലേ? അതെ. ഏതായാലും ദൂരേന്ന് തന്നെ അവനെ മനസ്സിലാക്കിയല്ലോ. എന്റെ അച്ഛോ, എന്റെ കണ്ണിന് ഇപ്പോഴും ഒരു കുഴപ്പമില്ല. ചേട്ടത്തിക്ക് എന്താ, സുഖമില്ലേ? ഇന്നലെ ചെറിയ പനിക്കോളൊക്കെ ഉണ്ടായിരുന്നു. എന്നാ പിന്നെ വീട്ടിലിരുന്നാ പോരായിരുന്നു? ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലെന്നേ. ഈ വൈകിട്ടത്തെ കൊന്ത മുടക്കണ്ടെന്ന് കരുതിയിട്ടാ. അതേതായാലും നന്നായി. എന്നാലും കുറച്ച് നേരത്തെ ആണല്ലോ. എന്റെ അച്ഛ, എനിക്ക് ഈ കുർബാനയ്ക്കാണേലും നൊവേനയ്ക്കാണേലും നേരത്തെ പള്ളിയിൽ എത്തണമെന്ന് നിർബന്ധമുള്ള കാര്യമാണ്. അതേതായാലും നന്നായി. ഞാൻ ചേട്ടത്തി ഒന്ന് കാണാനിരിക്കായിരുന്നു. എന്താ അച്ഛോ? ചേട്ടത്തി, നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുമ്പോൾ, സാമ്പത്തികമായിക്കോട്ടെ, സാധനങ്ങളായിക്കോട്ടെ, ഉപദേശമായിക്കോട്ടെ, എന്താണെങ്കിലും നമ്മൾ ചെയ്യുന്ന സഹായം അവർക്ക് ഉപകാരത്തെക്കാളപ്പുറം ഉപദ്രവമായാൽ അവർക്കത് ഇഷ്ടപ്പെടുമോ? അതില്ലച്ചോ.
അത്തരത്തിൽ ചേടത്തിയുടെ സഹായം ഉപദ്രവമായി മാറുന്നതുകൊണ്ട് എന്നോടൊരാൾ പരാതി പറഞ്ഞു. ഞാൻ എന്തുപദ്രവം ചെയ്തു അച്ചോ? ആരാച്ച ഇങ്ങനെ ഒരു പരാതി പറഞ്ഞത്? ഞാൻ ആളെ പറയാം, പക്ഷെ ചേടത്തിനി അയാളോട് ചോദിച്ച് ഒരു വഴക്കിനൊന്നും നിൽക്കരുത്. ഇല്ലച്ചോ. ഇപ്പൊ ഇവിടുന്ന് പോയ സാമുവല അങ്ങനൊരു പരാതി പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചേടത്തിയുടെ ഉപദേശങ്ങളെല്ലാം സാമുവലിന് ഉപദ്രവമായിട്ടാണ് വരുന്നതെങ്കിൽ അയാളെ എന്തിനാ ഉപദ്രവിക്കുന്നത്? അതിന് അച്ചോ, ആ കൊച്ചന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയത് ഈ അടുത്ത കാലത്താ. ഇപ്പൊ പോലും കണ്ടപ്പോ ക്ഷമ പറയണമെന്ന് ഞാൻ വിചാരിച്ചതാ. അപ്പോഴേക്കും പോയി കളഞ്ഞില്ലേ? മറ്റുള്ളവർക്ക് നന്മയെന്ന് കരുതി പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങൾ സമയോചിതമായ സമയത്തല്ല എങ്കിൽ ആ വ്യക്തിയുടെ വീഴ്ചയ്ക്ക് കാരണമാകും. സാമുവല് അത്ര കുഴപ്പമുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അയാൾക്കത് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, നമ്മളൊന്നും പറയാനും നിൽക്കണ്ട. ചേടത്തിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. എനിക്കങ്ങനെ വിഷമമൊന്നുമില്ല അച്ചോ. സാമുവലും എന്റെ മകളും മരുമോനും ഈ കാര്യത്തിന്റെ പേരിൽ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. പക്ഷേ അച്ഛൻ ഇങ്ങനെ പറയുമ്പോ എന്റെ മനസ്സിലുള്ളത് ഞാൻ അച്ഛനോടെങ്കിലും പറയണ്ടേ? വർഷങ്ങൾക്ക് മുൻപ് സാമുവലിന്റെ അമ്മയും ഞാനും ഒരേ സമയത്താ പ്രസവത്തിന് ആശുപത്രി കിടക്കുന്നത്. സാമുവലിന്റെ അമ്മ ത്രേസ്യായും ഞാനും ഒരേ ദിവസമാണ് പ്രസവിക്കുന്നത്. മാസം തികയാതെ പ്രസവിച്ച് എൻ്റെ കുഞ്ഞിനെ പിറ്റേന്നാ എൻ്റെ കയ്യിൽ എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് സിസ്റ്റർ കൊണ്ടുവന്ന് തരുന്നത്. അത് ഈ സാമുവലിനെ. ഞാൻ അവനെ സ്നേഹത്തോടെ ഉമ്മ വെച്ചു, താലോലിച്ചു. അല്പസമയത്തിന് ശേഷം കുഞ്ഞ് മാറിപ്പോയി. ഇത് ത്രേസ്യയുടെ കുട്ടിയാണെന്നും പറഞ്ഞ് എടുത്തോണ്ട് പോയത്. പിന്നീട് എന്റെ കുഞ്ഞ് മരിക്കുകയും ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഈ മോൻ എന്റെ മോനല്ലാന്ന് എനിക്ക് തോന്നിയിട്ടില്ല അച്ചോ. ചിലപ്പോഴെല്ലാം അതിൻ്റെയൊക്കെ ഒരു സ്വാതന്ത്ര്യം ഞാൻ എടുത്തു പോയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം വഴിയിൽ വെച്ച് ഈ സാമുവല് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അതെനിക്ക് ഒരുപാട് വിഷമമായി അച്ചോ. ഇനി എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഇനി ഒരു ശല്യവും ചെയ്യില്ലച്ചോ. ഈ അമ്മയോട് അല്ല, ഈ ചേടത്തിയോട് ക്ഷമിക്കാൻ പറയണം അച്ഛൻ. ഞാൻ പറയാന്ന് വെച്ചാ എങ്ങനെയാ ഒഴിഞ്ഞു മാറിക്കളയല്ലേ? എന്നാ ഞാൻ ചെല്ലട്ടെ അച്ചോ, കൊന്തു തുടങ്ങാൻ സമയമായി. ഞാൻ അച്ഛനൊന്ന് കാണാൻ വേണ്ടി വന്നതാ. അങ്ങനെ എൻ്റെ ശത്രു പോയല്ലോ അച്ചോ. ഞാനിത് കാസർഗോഡ് വെച്ചിട്ടാണ് അറിയണത്. ഇവിടെ വന്നപ്പോൾ ഞാൻ ശമിത്തേരി കയറി ഒരു തിരിയും കത്തിച്ച്. നീ ഒരു പൂവും കൂടി ആ കുഴിമാടത്തിൽ വെച്ച് പ്രാർത്ഥിക്കേണ്ടതായിരുന്നു. നീ ചേടത്തിയെ വല്ലാതെ തെറ്റിദ്ധരിച്ചു പോയി. അല്ലെങ്കിൽ നീ ഇവിടെ വന്ന് എൻ്റെ അടുത്ത് ഇത് പറയില്ലായിരുന്നു. എന്താ അച്ഛാ? നീ ഇങ്ങനെ വന്നേ. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധാഭിപ്രായം ചിന്താക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 24-ാം വാക്യം.
ഞാനിവിടെ ഇല്ലായിരുന്നു. കാസർഗോഡ് ഒരു വർക്കിന് പോയിരുന്നു. അവിടെ വെച്ച അറിഞ്ഞത്. ഇനി സാമുവലിനെ ഉപദേശിച്ച് ശല്യപ്പെടുത്താൻ അമ്മ വരില്ല. ഈ കാരണം പറഞ്ഞ് അമ്മയെ ഞങ്ങൾ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അമ്മയുടെ ഉള്ളില് സാമുവല് അങ്ങനെയായിരുന്നുവെന്ന് പിന്നീട് അച്ഛൻ പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ബുദ്ധിമുട്ടിച്ചതിനെല്ലാം സാമുവലിനോട് ക്ഷമ പറയാൻ അമ്മ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അച്ഛനോടെല്ലാം പറഞ്ഞു. എന്നാലും ചേട്ടത്തി ഞാനും ഒത്തിരി വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും മനസ്സുകൊണ്ട് സാമുവല് അമ്മയുടെ മകനായി. ചേച്ചി, ഞാൻ എന്നെ ചേച്ചിന്ന് വിളിച്ചില്ലേ? എല്ലാം അമ്മ കാണുന്നുണ്ടാവും. ചേച്ചി വിഷമിക്കല്ലേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതിയനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. റോമ 8:28 ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.